بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അൻകബൂത്ത് 14, 15, 16 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ടതായ പാരായണ നിയമങ്ങൾ, അതുപോലെ പാരായണപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. വലഖദ് അർസൽന, ഇവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വലഖദ് അർസൽന, ഇവിടെ ഖാഫിനെ തഫ്ഖീം ചെയ്യണം എന്നുള്ളതാണ്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഖാ, സ്വാദ്, ദ്വാദ്, ത, വ, ഗൈൻ, ഖാഫ്, വാ, ഖുസ്സദ്, ഖിൻ, ഖിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് തജ്വീദ് ക്ലാസ്സിൽ വെച്ച്. 7 ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ, അതിൽപ്പെട്ട അക്ഷരമാണ് ഖാഫ്. കൂടാതെ ഖാഫ് ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. ഇങ്ങനെ പല നിലക്കും പ്രത്യേകതയുള്ള ഖാഫ്, അതിൻ്റെ മഖ്റജ് ആകട്ടെ അഖ്സൽ ലിസാൻ എന്നതാണ്. ഖാഫിൻ്റെ മഖ്റജ് അഖ്സൽ ലിസാൻ. കൃത്യമായി ഖാഫ് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഈ സിഫാത്തുകളൊക്കെ പൂർത്തിയാക്കി ഉച്ചരിക്കുക എന്നതാണ്. വലഖദ്, വലഖദ് ഉച്ചാരണത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഖാഫിനാണ് തഫ്ഖീമുള്ളത്, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. അവയെല്ലാം തർക്കീഖ് ചെയ്ത് നേർപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ചുച്ചരിക്കണം. വലഖദ്. അപ്പോൾ ഒരു ഹറക്കത്ത് ഉച്ചരിക്കാൻ എടുക്കുന്ന അത്രയും സമയം ദാലിൻ്റെ സുക്കൂൻ ഉച്ചരിക്കുവാനും എടുക്കും. അർസൽന, റാഇൻ്റെ തഫ്ഖീം ശ്രദ്ധിക്കുക. റാഇന് സുക്കൂനാണ്. തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹ ഉള്ളതുകൊണ്ട് റാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഉച്ചരിക്കണം എന്നതാണ് നേരത്തെ ഖാഫിൻ്റേത് പറഞ്ഞതുപോലെ. അർസൽന, ആ ലാമിനെ ഇൽഹാർ ചെയ്യണം എന്നതാണ്. ലാമുൽ ഫിഅൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ സന്ദർഭത്തിൽ സൂചിപ്പിച്ചത്. അർസൽ എന്നുള്ള ലാമിൻ്റെ സുക്കൂൻ വെളിവായി ഉച്ചരിക്കണം. അത് അർസൽന എന്നായി പോകരുത്, അത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമി. നൂഹൻ, ഇവിടെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. അല്പം പോലും ഗുന്നത്ത് തൻവീനിൽ വരരുത്. നൂഹൻ ഇലാ ഖൗമി. ഖാഫിന് തഫ്ഖീം കൊടുക്കുക, നേരത്തെ സൂചിപ്പിച്ച പോലെ. നൂഹൻ ഇലാ ഖൗമി, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂന് വരുന്നു. എന്നാൽ ചേർത്ത് ഓതുമ്പോൾ ഖൗമിഹി ഫലബിസ എന്ന് ഒരു ദീർഘം ഉണ്ടായിത്തീരുന്നതാണ്. ആ ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുസ്സിലത്തി സുഗ്റ. മദ്ദുസ്സില അസ്സുഗ്റ. ഹാ ഉദ്ദമീറിൻ്റെ യായിനെ തബീഇയായ ദീർഘം നൽകുകയാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം. ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം. ഫലബിസ ഫീഹിം, എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഫീഹിം എന്നതിലുള്ള സാക്കിനത്ത് അമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അല്പം പോലും ഗുന്നത്ത് മീമിൽ വരരുത്. ഫീഹിം അൽഫ എന്ന് ഓതണം. അൽഫ സനതിൻ ഇല്ല. അൽഫ എന്ന പദത്തിലെ ലാമും യഥാർത്ഥത്തിൽ ഇൽഹാർ ചെയ്യപ്പെടുന്ന ലാമാണ്. സാക്കിനത്തായ എല്ലാ ലാമുകളെയും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വിശദമായി ഇൻഷാ അല്ലാഹ് തജ്വീദ് പാഠം എടുക്കുമ്പോൾ അവിടെ വെച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഇത് ഒരു നാമരൂപമാണ്, ഇസ്മാണ് അൽഫ് എന്നത്. അതിലുള്ള സാക്കിനത്തായ ലാമാണ്. അപ്പോൾ അതിൻ്റെ പേര് ലാമുൽ ഇസ്മ എന്നാണ് തജ്വീദിലെ പേര്. അപ്പോൾ അതിനെ ഇൽഹാർ ചെയ്യാണ് വേണ്ടത്. സനത്തിൻ ഇല്ല, അവിടെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക.
ألف سنة إلا 50 عاما. 50 ഖാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ആ പദത്തിൽ ഒരു സാക്കിന തമീമുണ്ട്, അതും സൂക്ഷിക്കണം. അല്പം പോലും മണിച്ചു പോകരുത്. ഇൽഹാർ ഷഫവിയാണ്. ഖംസീന, ഖം എന്ന് മണിച്ചു പോകരുത്, മറിച്ച് ഖംസീന ആമ. ആമൻ ഫഅഖദഹും. അവിടെ ആമൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഫ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക എന്നാണ്. ആമൻ എന്ന് വ്യക്തമാവൂല, മറിച്ച് ആമൻ ഫഅഖദഹും. ആമൻ ഫഅഖദഹുമു തൂഫാൻ. ഫഅഖദഹും എന്നുള്ള സാക്കിനത മീമിൻ്റെ സുക്കൂൻ ദമ്മ് ആയി മാറ്റപ്പെടുകയാണ്. കാരണം ഇൽത്തിഖാ ഉസ്സാക്കിനീൻ സംഭവിക്കുന്നത് കൊണ്ട്. ഖദഹും എന്ന് മീമിനും സുക്കൂൻ, അത്തൂഫാൻ എന്നതിലെ ഹംസത്തുൽ വസ്ല് ഉച്ചാരണത്തിൽ നിന്ന് പോകുമ്പോൾ ത്വാഇന് സുക്കൂൻ, തുടക്കത്തിൽ സുക്കൂൻ വരികയാണ്. ശബ്ദമുള്ള അക്ഷരാണെങ്കിലും ഉച്ചാരണത്തിൽ അതിന് സുക്കൂൻ എന്നാ പറയാം. അപ്പം അങ്ങനെ 2 സുക്കൂനുകൾ ഉച്ചാരണത്തിൽ ഒരുമിച്ച് വരുന്നത് കൊണ്ട് മീമിൻ്റെ സുക്കൂൻ ദമ്മായി മാറ്റപ്പെടുന്നു. ഇതിന് തഹ്രീക്ക് ചെയ്ത് പരിഹരിച്ചുകൊണ്ട് ഇൽത്തിഖാ സാക്കിനൈനെ പരിഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫഅഖദഹുമു തൂഫാനു. അത്തൂഫാനു ത്വാഇന് തഫ്ഖീം കൊടുക്കണം. നിസ്ബിയായ തഫ്ഖീം എന്നാ പറയാം, ആപേക്ഷികമായ തഫ്ഖീം. ത്വാ ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. കൂടാതെ തന്നെ ദമ്മായതുകൊണ്ട് ഫത്ഹ ഉള്ളപ്പോഴുള്ള അത്രയും തഫ്ഖീം ഉണ്ടാവുകയില്ല. എന്നാൽ തന്നെയും തഫ്ഖീമിൻ്റെ ഹർഫാണ്, തടിപ്പിച്ച് ഉച്ചരിക്കണം. അത്തൂഫാനു വഹും ളാലിമൂൻ. വഹും എന്നതിൽ സാക്കിന തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ളാലിമൂൻ എന്ന് പറയുമ്പോൾ ളാഇന് തഫ്ഖീമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ള ഉച്ചരിക്കുമ്പോൾ ലാ എന്ന് പറയരുത്, ളാലിമൂൻ എന്ന് പറയരുത്, മറിച്ച് ളാലിമൂൻ. ദാല് നമ്മൾ പറയാറുണ്ട്, ദാലിക്കൽ കിതാബ് എന്നൊക്കെ പറയുമ്പോൾ ദാല്, ആ ദാലിൻ്റെ അതേ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുന്ന ഒരക്ഷരമാണ് ളാ. അപ്പം അങ്ങനെ ലൂസാക്കി ഉച്ചരിക്കണം. റഖാവത്തുള്ള റിഖ്വായ ഹർഫ് കൂടിയാണ്. അതോടൊപ്പം ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ഒക്കെ അക്ഷരമാണ് ളാ. ഈ ളാ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ആ വായിലും വായിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിൽക്കുകയും വേണം. അപ്പോൾ അത് പറയേണ്ടത്, ഉച്ചരിക്കേണ്ടത് ളാലിമൂൻ എന്നാണ്. ളാലിമൂൻ എന്ന് പറയലുണ്ട്, ആ രീതി ശരിയല്ല. ളാലിമൂൻ ലൂസാക്കി ദാലിക എന്ന് പറയുന്നതിലേക്ക് ഒരു തഫ്ഖീം അങ്ങ് കൂട്ടി കൊടുത്താൽ മതി. ളാലിമൂൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത വചനം ഫഅൻജൈനാഹു. അവിടെ സാക്കിനത്ത അനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഫഅൻജൈനാഹു വഅസ്ഹാബസ് സഫീന. അവിടെ ഹാഉദ്ദമീറിന് ദീർഘം വരുന്നില്ല, കാരണം തൊട്ട് മുമ്പിൽ സുക്കൂൻ ഉള്ളത് കൊണ്ട്. ദീർഘാക്ഷരമായ അലിഫിന് സുക്കൂനാണ്. ഫഅൻജൈനാ എന്നുള്ള അലിഫ് സാക്കിനത്താണ് എന്നതുകൊണ്ട്. ഫഅൻജൈനാഹു സാക്കിനത്ത അനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, സൂചിപ്പിച്ച കാര്യം. അപ്പോൾ അവിടെ ഫഅൻജൈനാഹു എന്ന്. വഅസ്ഹാബസ് സഫീനതി. വഅസ്ഹാബ സ്വാദിന് തഫ്ഖീം കൊടുക്കണം. വഅസ്ഹാബസ് സഫീനതി. സീന് സ്വാദ് ഇതൊക്കെ സഫീറിൻ്റെ അക്ഷരങ്ങളാണ്. സഫീർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അസ് എന്ന് പറയുമ്പോൾ ആ ശബ്ദമാണ് സഫീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമാവണം, അല്ലാതെ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശരിയാവുകയില്ല. സ്വാദിന് തഫ്ഖീമുണ്ട് എന്ന വ്യത്യാസം മാത്രം. വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹ. ലാമിന് ഇൽഹാറാണ്, ജഅൽനാഹ നയിപ്പോരുത്. വജഅൽനാഹ ആയ. വജഅൽനാഹ എന്നതിലെ അലിഫിൻ്റെ ദീർഘം
മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ആവാം. അങ്ങനെ ആകുമ്പോൾ വജഅൽനാഹ ആയതൻ എന്ന് ഖസ്ർ ചെയ്ത് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ഒതുക്കാം. തബീയ ദീർഘം മാത്രം നൽകാം. അല്ലെങ്കിൽ 4 5 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകൽ അനുവദനീയമാണ്. വജഅൽനാഹ ആയതൻ ലിൽ ആലമീൻ. ആയതൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ തായിന് സുക്കൂൻ നൽകി ഹാ ആക്കി മാറ്റി ഉച്ചരിക്കണം. ആയ എന്ന്. എന്നിട്ട് ചേർത്തോതുക ആയതൻ ലിൽ ആലമീൻ. ആയതൻ എന്ന തൻവീനിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന നൽകി ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ലിൽ ആലമീൻ. അൽ ആലമീൻ എന്നുള്ള ലാമു തഅരീഫാണത്. യഥാർത്ഥത്തിൽ ആ ലാമിന് ഇൽഹാർ ഖമരി എന്ന ഇൽഹാർ നൽകിയാണ് ഉച്ചരിക്കുക. വിശദമായി പിന്നീട് മനസ്സിലാക്കാം. ചുരുക്കി പറയാം, ലിൽ ആലമീൻ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. എല്ലാ വചനത്തിലും ഇപ്പോൾ 2ാമത്തെ ആയത്താണ് നമ്മളത്. ഇതിലൊക്കെ തഫ്ഖീമിൻ്റെ ഹർഫുകൾ ഒഴിച്ച് മറ്റക്ഷരങ്ങൾക്കൊക്കെയും എന്താണ് തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട അക്ഷരങ്ങൾക്കേ തഫ്ഖീം ഉണ്ടാവുകയുള്ളൂ. അസ്ഹാബ സഫീന ഈ ആയത്തിൽ ആകെ ഒരു സ്വാദ് മാത്രമാണ് തഫ്ഖീമിൻ്റേതുള്ളത്. അടുത്ത വചനത്തിൽ വ ഇബ്രാഹീമ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കുക. റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. വ ഇബ്രാഹീമ ഇദ് ഖാല. ഇവിടെ ഖാഫിനും അലിഫിനും തഫ്ഖീം ഉണ്ടാവണം. തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇദ് ഖാല ഇദ് ഖാല. അത് ഇസ് എന്നോ ഇദ് എന്നൊന്നും ആയിപ്പോലെ ദാല് വ്യക്തമാക്കി ഉച്ചരിക്കുക. അതിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ് ഖാല ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. റഖാവത്തിൻ്റെ ഹർഫാണ്. ഇദ് ഖാല ലിഖൗമി. ഖാഫിന് തഫ്ഖീം കൊടുക്കുക. ലിഖൗമി. യഥാർത്ഥത്തിൽ അവിടെ ഒരു മദ്ദുസ്സിലത്ത് സുഗ്റ നഷ്ടമാവുകയാണ്. കാരണം ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ വരുന്നത് കൊണ്ട്. ചേർത്തോതുമ്പോൾ ആ ഹായിന് ദീർഘമുണ്ടാവുകയില്ല. ഇൽത്തിഖാ സാക്കിനൈൻ വന്നതുകൊണ്ട് ലിഖൗമിഹി അഅ്ബുദു എന്ന വായിക്കേണ്ടത്. ലിഖൗമിഹി അഅ്ബുദു. ആയിന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഉഅ്ബുദുല്ലാഹ എന്നാണ്. അതിനെ മുറിച്ച് വായിക്കുമ്പോൾ ഹംസക്ക് ദമ്മ കൊടുക്കണം. കാരണം സാലിസുൽ ഫിഅലിന് ദമ്മ് എന്നതാണ് ഇവിടെയുള്ളത്. ബായിന് ദമ്മുള്ളത് കൊണ്ട് ഹംസക്കും ദമ്മ് മുറിച്ച് വായിക്കുമ്പോൾ ഉഅ്ബുദുല്ലാഹ. അവിടെ വാവ് ഒഴിവാക്കുന്നത് ഇൽത്തിഖാ സാക്കിനൈന് വേണ്ടിയാണ്. ഉഅ്ബുദുല്ലാഹ. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിന് തഫ്ഖീമാണ്. തടിപ്പിച്ച് പറയാം. ഉഅ്ബുദുല്ലാഹ വത്തഖൂഹ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ ലാമ് മഖ്റജ് മാറരുത്. എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്. അല്ലാഹ് എന്നതിലേക്ക് തഫ്ഖീം കൊടുക്കുക. അല്ലാഹ് ഉച്ചാരണത്തിൽ തഫ്ഖീം വരുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. മറിച്ച് അല്ലാഹ് എന്ന് നാവ് പുറത്തേക്കാക്കി മുൻപല്ല് ചേർത്ത് പറയരുത്. അത് തെറ്റാണ്. അങ്ങനെ ഒരു അക്ഷരമില്ല. അല്ലാഹ് അല്ല, അല്ലാഹ് ഉള്ളിൽ നിന്ന് വരണം. ലാമിൻ്റെ മഖ്റജ് മാറരുത്. ഉഅ്ബുദുല്ലാഹ വത്തഖൂഹ്. അവിടെ വഖഫിന് വേണമെങ്കിൽ അല്പം ദീർഘം നൽകാം. വത്തഖൂഹ്. ഖാഫിന് തഫ്ഖീം കൊടുക്കുക എന്നത് ശ്രദ്ധിക്കുക. ദീർഘം മദ് ആരിദ് ലിസുക്കൂൻ എന്ന ദീർഘമാണ്. വഖഫിന് വേണ്ടി പുതുതായി വരുന്ന ദീർഘം. അത് 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്വം സ്വീകരിക്കാം. വേണമെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുകയും ആവാം. ഇനി 2 ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്ർ ചെയ്യാം, മതിയാക്കാം. വത്തഖൂഹ് 4 മിതത്വം സ്വീകരിക്കലാണ് അതിൻ്റെ ഭംഗി. ദാലികും ഖൈറുൽ ലക്കും. അവിടെ ചേർത്തോതുമ്പോൾ ആ ദീർഘം ഉണ്ടാവുകയില്ല, ഖസ്ർ മാത്രം. വത്തഖൂഹു ദാലികും എന്ന് ചേർത്തോതുക. ദാലികും ഖൈറുൽ ലക്കും. സാക്കിനത മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ദാലികും ഖൈറുൽ ലക്കും. ഖൈർ ഖായിന് തഫ്ഖീം, റായിനും തഫ്ഖീം. ഖൈറുൽ ലക്കും തൻവീനിനെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ച് ഇദ്ഗാം ചെയ്യാതെ മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിലാ ഗുന്ന. ഖൈറുൽ ലക്കും ഇൻ കുൻതും. അവിടെ സാക്കിനത മീം ഇൽഹാർ ഷഫവി
മണിക്കാതെ വെളിവാക്കണം. ഇൻ കുന്തും, രണ്ട് ഇഖ്ഫാകൾ അവിടെ വരുന്നു. ഇഖ്ഫാ ഹഖീഖി, ഞാൻ സാക്കിനത്താനൂൻ രണ്ടെണ്ണം ആവർത്തിക്കുന്നു, രണ്ടിനും മറച്ച് മണിക്കുക എന്ന അവസ്ഥയാണ്. ഇഖ്ഫാ കൊടുത്ത് ഓതുക. പദത്തിൻ്റെ അന്ത്യത്തിൽ വീണ്ടും വരുന്ന സാക്കിനത്ത് അമീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇൻ കുന്തും തഅലമൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولقد أرسلنا نوحا إلى قومه فلبث فيهم 1000 سنة إلا 50 عاما فأخذهم الطوفان وهم ظالمون فأنجيناه وأصحاب السفينة وجعلناها آية للعالمين وإبراهيم إذ قال لقومه اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون.